നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേസും നടപടികളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ CPM ഒരു തരത്തിലും തയ്യാറായിരുന്നില്ല. എന്നാൽ കോടിയേരിയുടെ സ്ഥാനത്ത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാകുമ്പോൾ മകൾ വീണ വിജയന് വേണ്ടി പ്രതിരോധം തീർക്കാൻ CPM അരയും തലയും മുറുക്കി രംഗത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ഇനിയുള്ള 8 മാസം നിർണായകമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധി 8 മാസമാണ്. ഇതിനിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നു. ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ചൂടുപിടിക്കുക പിണറായി വിജയന്റെ മകളുടെ അഴിമതിയും പിണറായി വിജയന്റെ അഴിമതിയും തന്നെയാവും. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന വിഷയവും അതുതന്നെയാവും. ഇതിനിടെ മുഖ്യമന്ത്രിക്കും വീണയ്ക്കുമായി പ്രതിരോധം തീർക്കൽ പാർട്ടിക്കും കൂടുതൽ കടുത്ത വെല്ലുവിളിയാവുകയാണ്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കഠിനമായ നടപടികൾ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന ആശങ്കയും ഇടതു കേന്ദ്രങ്ങളിലുണ്ട്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നും ക്രമക്കേടുകളുണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ തെറ്റായ രേഖകൾ ഹാജരാക്കിയെന്നും രജിസ്ട്രേഷൻ ഓഫ് കമ്പനി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉന്നത അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കരാർ അനുസരിച്ചുള്ള സേവനങ്ങളൊന്നും നൽകാതെയാണ് എക്സാലോജിക് വൻതുക കരിമണൽ കമ്പനിയായ KMRL-ൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നതെന്ന് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയപ്പോൾ വീണയോട് വിശദീകരണം ചോദിച്ചില്ലെന്നായിരുന്നു CPM-ഉം മുഖ്യമന്ത്രിയും ഉയർത്തിയ പ്രതിരോധം. എന്നാൽ ആവശ്യപ്പെട്ടിട്ടും ഇടപാടുകൾ സംബന്ധിച്ച മതിയായ വിശദീകരണവും രേഖകളും വീണ നൽകിയില്ലെന്നും തെറ്റായ രേഖകൾ നൽകിയെന്നുമാണ് ROC റിപ്പോർട്ടിൽ പറയുന്നത്. ഗുരുതരമായ കണ്ടെത്തലുകൾ വൻ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ചിട്ടും വീണയോ വീണയുടെ കമ്പനിയോ ഇതുവരെ വിശദീകരണത്തിന് തയ്യാറായിട്ടില്ല. പകരം ആ ചുമതല ഏറ്റെടുക്കുന്നത് CPM സംസ്ഥാന നേതൃത്വമാണ്. അവർക്കാകട്ടെ വീണ എന്ത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന ലളിതമായ ചോദ്യത്തിന് ഇതുവരെ വ്യക്തമായ ഉത്തരം നൽകാനുമായിട്ടില്ല. ഇവിടെ മുതലാണ് വീണയുടെ പ്രതിരോധം അല്ലെങ്കിൽ വീണയ്ക്കായി CPM ഇറക്കുന്ന ക്യാപ്സൂളുകൾ തകർന്നു വീഴുന്നത്. എക്സാലോജിക് മാത്രമല്ല മറ്റു കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഈ ആരോപണത്തിന്റെ വസ്തുതയും അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. അതേസമയം എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതായി കേന്ദ്ര സർക്കാർ 2 ദിവസത്തിനകം ഹൈക്കോടതിയെയും അറിയിക്കും. SFIO അന്വേഷണം എന്ന പരാതിക്കാരൻ ഷോൺ ജോർജിന്റെ ആവശ്യത്തിൽ നിലപാട് അറിയിക്കാത്തതിന് കോടതി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ നേരത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു. നിലപാട് അറിയിക്കാനാണ് കേസ് 12ലേക്ക് മാറ്റിവെച്ചിരുന്നത്. അന്ന് കോടതി ഹർജി തീർപ്പാക്കുകയും ചെയ്യും. മറ്റു 2 സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന്, അന്വേഷണത്തിൽ ഷോൺ ജോർജിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം ആവശ്യപ്പെടാം. 2, SFIO അന്വേഷണത്തിനെതിരെ KSIDCക്കും എക്സാലോജിക്കിനും കോടതിയെ സമീപിക്കാം. അതേസമയം SFIO അന്വേഷണത്തിൽ തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളും വരുന്നു. എക്സാലോജിക്കിൽ നിന്നും CMRL-ൽ നിന്നും KSIDC-യിൽ നിന്നും അടുത്ത ആഴ്ച തന്നെ വിശദാംശങ്ങൾ തേടുമെന്നാണ് സൂചന. 3 കമ്പനിയുടെയും ഇടപാടുകൾ വിശദമായി പരിശോധിക്കും. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ ഉത്തരവ് പ്രകാരം ROC സംഘം തുടങ്ങിവെച്ച വിശദ അന്വേഷണമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. എക്സാലോജിക്കും CMRL-നും പുറമെ KSIDC-യും ഇപ്പോൾ റഡാറിൽ തന്നെയാണ്. എക്സാലോജിക്കുമായുള്ള ഇടപാടിന് പുറമെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ CMRL-ലുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടപാടുകളിലെല്ലാം അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന. CMRL ആർക്കൊക്കെ പണം എന്തിനൊക്കെ പണം നൽകിയെന്ന് അന്വേഷിക്കണമെന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിലെ ഒരാവശ്യം. കമ്പനികാര്യ ചട്ടങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയതിനാൽ SFIOയ്ക്ക് ഈ ഇടപാടുകൾ വിശദമായി പരിശോധിക്കാം. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനുള്ള നടപടി ഉണ്ടാകുമെന്നാണ് വിവരം. കോർപ്പറേറ്റ് ലോ സർവീസിലെ മുതിർന്ന 6 ഉദ്യോഗസ്ഥരെ തന്നെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ശ്രദ്ധേയമാണ്. അതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചതിനെ തുടർന്നുള്ള സാഹചര്യം യോഗത്തിൽ ചർച്ചയായേക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഇന്നലെ മുഖ്യമന്ത്രിയെയും മകളെയും ഒക്കെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാടാണ് തുടക്കം മുതൽ CPM സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. കേന്ദ്ര ബജറ്റിന്റെ അവലോകനവും യോഗത്തിലുണ്ടാവും. 8-ന് ഡൽഹിയിൽ നടത്തുന്ന കേന്ദ്ര വിരുദ്ധ സമരത്തിന്റെ ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരായ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് SFIO അന്വേഷണത്തെ പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി നേതാക്കൾ രംഗത്ത് വരുന്നതും. ഏതായാലും ഇപ്പോൾ പാർട്ടി നേതാക്കൾ രംഗത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയാണ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത അഴിമതി വിരുദ്ധനായ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ കൈകൾ ശുദ്ധമാണെങ്കിൽ CPM-ന് എന്തിനാണ് ഇത്ര വേവലാതി? ഇനിയും കേന്ദ്ര സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തി
ഈ തങ്ങൾ ചെയ്തത് തെറ്റല്ലെന്നും CPM ഭാഗത്തു നിന്നും ന്യായീകരണവാദങ്ങളുമായി രംഗത്ത് വരിക മാത്രമേ ഇവർക്ക് രക്ഷയുള്ളൂ. വളരെ കൃത്യമായ അന്വേഷണ ഏജൻസികൾ, അതായത് ROC രജിസ്ട്രേഷൻ ഓഫ് കമ്പനി കണ്ടെത്തി കഴിഞ്ഞു. വീണ വിജയന്റെ കമ്പനി ഇടപാടുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഏതായാലും രജിസ്ട്രേഷൻ ഓഫ് കമ്പനി ഗുരുതരമായ ക്രമക്കേടുകൾ വീണയുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് വീണ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. പക്ഷേ അരയും തലയും മുറുക്കി CPM നേതാക്കളെല്ലാം രംഗത്ത് വരുന്നത് വീണ വിജയനെയും പിണറായി വിജയനെയും രക്ഷിക്കാനാണ്. വീണ വിജയന്റെ കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ അത് എന്തിനു വേണ്ടി, വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടിയല്ല, മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഈ കമ്പനികളെല്ലാം തന്നെ മകൾക്ക് പണം നൽകിയത്. മുഖ്യമന്ത്രിയുടെ ശുപാർശയ്ക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിനോ മുഖ്യമന്ത്രി നൽകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾക്കോ ആണോ എന്ന് സാധാരണ ജനങ്ങൾക്ക് പോലും അറിയാം. പിന്നെ ആരെ ബോധിപ്പിക്കാനാണ് മകളിലൂടെ പിണറായി വിജയനെ ലക്ഷ്യം വെക്കുന്നുവെന്ന് CPM പറയുന്നത്? ഒരു ലക്ഷ്യം വെക്കലുമല്ല. മകളുടെ കമ്പനി അതിവേഗം ബഹുദൂരം വളർച്ച പ്രാപിച്ചത് എങ്ങനെയാണ്, ഇത്രയും വലിയ ടേൺ ഓവറുള്ള കമ്പനിയായി എങ്ങനെയാണ് ഈ കമ്പനി മാറിയത് എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഏതായാലും പിണറായി വിജയൻ ഇപ്പോൾ വലിയ വിഷമത്തിലാണ്. മകളെ ഓർത്ത്, മകളുടെ ഭാവിയോർത്ത്, മകളുടെ കമ്പനിയുടെ ഭാവിയോർത്ത് ഉരുകിയാണ് പിണറായി വിജയൻ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ.